രണ്ടാം വിള കൊയ്ത്ത് കഴിഞ്ഞതോടെ നെല്ലിൽ പതിര് നിറഞ്ഞത് കർഷകർക്ക് തിരിച്ചടിയാകുന്നു. വേങ്ങശ്ശേരി കയറംകൂടം പാടശേഖരത്തിലെ കർഷകർക്കാണ് നെല്ലിനൊപ്പം നിറയെ പതിര് ലഭിച്ചത്. ഏകദേശം 100 ഏക്കറിലേറെ രണ്ടാം വിള കൃഷിയിറക്കിയ കർഷകരുടെ നെല്ലിലെല്ലാം വ്യാപകമായി പതിര് നിറഞ്ഞ നിലയിലാണ്. നെല്ല് കതിർ പൊന്തിയ സമയത്ത് തന്നെ പാടത്തെല്ലാം വെള്ളക്കതിർ നിറഞ്ഞിരുന്നതായി കർഷകർ പറയുന്നു. 1.5 ഏക്കറിൽ കൃഷിയിറക്കിയ കർഷകനായ വേങ്ങശ്ശേരി കീരോമഠം വാസുദേവൻ കൊയ്ത്ത് കഴിഞ്ഞതോടെ കിട്ടിയത് 10 ചാക്കിലേറെ പതിരാണ്. മറ്റ് കർഷകർക്കും സമാന രീതിയിൽ പതിരായിരുന്നുവെന്ന് വാസുദേവൻ പറയുന്നു. കൃഷിഭവനിൽ നിന്നുള്ള ഉമവിത്താണ് കർഷകർ പാടത്ത് പാകിയിരുന്നത്. 1 ഏക്കറിന് 30,000 രൂപയോളം ചെലവഴിച്ചാണ് കൃഷി ഇറക്കിയതെന്നും കൊയ്ത്ത് കഴിഞ്ഞതോടെ നെല്ല് കിട്ടിയത് വളരെയേറെ കുറഞ്ഞുവെന്നും വാസുദേവൻ പറഞ്ഞു. നിരവധി കർഷകർക്ക് ഇതുമൂലം സാമ്പത്തിക നഷ്ടവും ഉണ്ടായിട്ടുണ്ട്. കാലാവസ്ഥ പ്രശ്നം കാരണം കുറച്ചു വർഷങ്ങളായി ഇവിടെ ആദ്യവിള ഇറക്കാറില്ല. രണ്ടാം വിളയെ ആശ്രയിച്ചാണ് കർഷകരുടെ കൃഷി. കൃഷിയിറക്കിയ ആദ്യ മാസങ്ങളിൽ പാടത്ത് കള നിറഞ്ഞപ്പോൾ കർഷകർ തൊഴിലാളികളെ വെച്ച് വരെ പറിച്ചു കളയേണ്ട സ്ഥിതി ഉണ്ടായിരുന്നു. ഇതുകൂടാതെ കാട്ടുപന്നികളും പാടശേഖരങ്ങളിലെ വിവിധ സ്ഥലങ്ങളിലായി കൃഷി നശിപ്പിച്ചിരുന്നു. ഇതിനെയെല്ലാം അതിജീവിച്ചതിന് പിന്നാലെയാണ് പതിര് വില്ലനായി മാറിയത്. അതേസമയം കൊടപ്പുഴുവിന്റെ ആക്രമണം മൂലമാണ് ഇത് സംഭവിക്കുന്നതെന്ന് അധികൃതർ പറയുന്നു. നെൽച്ചെടിയുടെ തണ്ടിന്റെ അടിഭാഗം കടിച്ചു മുറിക്കുന്നത് മൂലം വെള്ളവും വളവും ആവശ്യത്തിന് ലഭിക്കാത്ത അവസ്ഥ വരുന്ന പ്രശ്നമാണിത്. 1.5 ഏക്കറിലധികം കൃഷി ചെയ്തിട്ട് കിട്ടിയതാണ്. ഇതുപോലെ ഒരു 12 ചാക്കോളം പതിരുണ്ട്. ഇത് കൃഷി വകുപ്പ് നൽകുന്ന വിത്തിലുള്ള അപാകതയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം അതുകൊണ്ട് എന്തായാലും കൃഷി വകുപ്പ് അതിനുള്ള എന്തൊക്കെ പ്രതിരോധങ്ങൾ തീർക്കാൻ കഴിയും, അല്ലെങ്കിൽ എന്തൊക്കെ അതിന് ചെയ്യാൻ കഴിയുമെന്നുള്ളത് എന്നത് കർഷകനെ സംബന്ധിച്ച് വലിയൊരു നഷ്ടമാണ്, ഭീമമായ നഷ്ടമാണ് ഉണ്ടാകുന്നത്. ഇത്രയും നെല്ല് ഉണ്ടാവുകയാണെങ്കിൽ കർഷകന് ഇത്രയും പറ നെല്ല് ആ വിളവെടുപ്പോടുകൂടി ഉണ്ടാവേണ്ടതാണ്. അതുണ്ടായിട്ടില്ല എന്നുള്ളത് വളരെയധികം വിഷമം നൽകുന്ന കാര്യമാണ്. അതുകൊണ്ട് കൃഷി വകുപ്പ് ഇതിൻ്റെ ആധികാരികത മനസ്സിലാക്കിയിട്ട് ഈ വിത്തിൻ്റെ എന്താണ് വിത്തിലെ അപാകത എന്ന് മനസ്സിലാക്കി, വെള്ളക്കതിരുകളൊക്കെ വരുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. അതുകൊണ്ട് അതിനാവശ്യമായ മേൽ നടപടികൾ സ്വീകരിക്കണം എന്നാണ് പറയാനുള്ളത്.